ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ട് എന്താണ് പോളിഗൺ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറച്ച് ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 52-sided പോളിഗൺ? നോക്കിക്കേ, ഒരു പോളിഗൺ പറഞ്ഞിട്ടുണ്ട്. ആ പോളിഗണിന് എത്ര വശങ്ങളാണുള്ളത്? 52 വശങ്ങൾ വരുന്ന ഒരു പോളിഗൺ ബഹുഭുജത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോണുകളുടെ തുക കണ്ടുപിടിക്കണം അല്ലേടാ. സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കണം. നമുക്കറിയാലോ, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് നോക്കിയതാണ്. എന്താണ് ഒന്ന് പറഞ്ഞേ? n-2 × 180 ഡിഗ്രി. എന്താണ്? n-2 × 180 ഡിഗ്രി നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചതാണല്ലേ. എന്താണ് ഈ n എന്ന് പറഞ്ഞാൽ? ഈ സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. ഇവിടെ എത്ര വശങ്ങളുള്ള പോളിഗൺ ആണ് തന്നിരിക്കുന്നത്? നോക്കിക്കേ, 52 വശങ്ങളുള്ള പോളിഗൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് n എത്രയായിട്ട് എടുക്കാം? n എന്ന് പറയുന്നത് 52 എന്ന് എടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നേരെ ഈ ഇക്വേഷനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ദാ മിസ് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആംഗിൾസിൻ്റെ സം എത്രയാണ്? n-2 × 180 ഡിഗ്രി. എന്നിന് പകരം എന്താ കൊടുക്കുന്നു? 52 - 2 × 180 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. എന്താണ് 52 - 2 എന്ന് പറയുന്നത്? 50 × 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, എന്താണ് 50 × 180? സുഖമായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലേ. 9000 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എന്തറിഞ്ഞിരിക്കണം? നമ്മളുടെ ഇക്വേഷൻ, കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ മിസ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു? ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഒരു 52 വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു. നേരെ എന്ത് ചെയ്തു? n-2 × 180 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്നിന് പകരം നമ്പർ ഓഫ് സൈഡ് 52 ആയിരുന്നു, 52 ഇട്ട് കൊടുത്തു. നേരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഇതാ ആൻസറും കിട്ടി. ക്ലിയർ ആണല്ലോ. ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നല്ല രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. യെസ്, എന്താണ് പറയുന്നത്? ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഈ തന്നിരിക്കുന്ന പോളിഗണിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കോണുകളുടെ തുക നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ, വശങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വശങ്ങളുടെ എണ്ണത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്മോൾ ലെറ്റർ n ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക തന്നിട്ടുണ്ട്. സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 8100 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. നമുക്ക് സം ഓഫ് ആംഗിൾസും എന്നും എല്ലാം വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇക്വേഷൻ? സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് നമ്മൾക്ക് സ്മോൾ ലെറ്റർ n കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സം ഓഫ് ആംഗിൾസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ആംഗിൾസിന് പകരം മിസ് ഇതാ 8100 ഡിഗ്രി എന്ന് കൊടുക്കുന്നുണ്ട്. ബാക്കി അതുപോലെ തന്നെ എഴുതുന്നതാണ് n-2 × 180 ഡിഗ്രി. ഒന്നും മാറ്റിയിട്ടില്ല. സം ഓഫ് ആംഗിൾസ് ഇതാ നേരെ മിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് n കണ്ടുപിടിക്കണം. അപ്പോൾ n-നെ എല്ലാം അവിടെ തന്നെ നിർത്താം. ഓക്കെ, n വരുന്ന ടൈമിനെ മിസ് അവിടെ തന്നെ നിർത്തി ഈ 180നെ ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ ഇൻറ്റു 180 ആണ്. നമുക്കറിയാം ഇൻറ്റു 180 എന്ന് പറയുന്നത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. അതറിയാലോ. ഇൻറ്റു ഡിവിഷൻ ആവും, ഡിവിഷൻ ഇൻറ്റു ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ ഇതാ മിസ് ഇതാ ഇവിടെ എഴുതാം. ശ്രദ്ധിക്കാം, ഇവിടെ ഓൾറെഡി 8100 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഇൻറ്റു 180 ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി മാറി?
ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി ആയി മാറി. ഈസ് ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡിൽ ഇനി ബാക്കി ആര് മാത്രമേ ഉള്ളൂ, n-2 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. 180 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇവരൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 45 ആണ്. ഓക്കെ, അപ്പോൾ 45 ഈസ് ഈക്വൽ ടു n-2. ഓക്കെ, ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, നമ്മളുടെ n കിട്ടിയിട്ടില്ല അല്ലേ. നമ്പർ ഓഫ് സൈഡ് എണ്ണങ്ങൾ എന്താ വശങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ n-നെ മിസ് അവിടെ തന്നെ നിർത്തി ഈ -2നെ വീണ്ടും ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ ആണല്ലോ. മിസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. മൈനസ് എന്നുള്ളത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ 45 + 2 ഈസ് ഈക്വൽ ടു എന്താണ്, n. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എന്താ കിട്ടിയല്ലോ. therefore n ഈസ് ഈക്വൽ ടു 45 + 2 ദാറ്റ് ഈസ് 47. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം എത്ര വന്നു, 47. ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്തത് നേരെ നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നല്ലടാ, സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കുക. സം ഓഫ് ആംഗിൾസ് കോണുകളുടെ തുക കണ്ടുപിടിക്കാം. ഇവിടെ സം ഓഫ് ആംഗിൾസ് തന്നിട്ട് എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ, വശങ്ങളുടെ എണ്ണം, സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ ഇക്വേഷനിൽ തന്നെ കൊടുത്തു, റിവേഴ്സ് ഒന്ന് ചെയ്തു വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമോ അല്ലേ ഈ ഒരു ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് തന്നെ എന്താ പഠിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 47 വശങ്ങളുള്ള പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്, 8100 ഡിഗ്രി. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ ആർ ദി സെയിം. ഓക്കെ, നോക്കിക്കേ, ഒരു പോളിഗണിന് 20 വശങ്ങളുണ്ട്. ഈ 20 വശങ്ങളുള്ള പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും തുല്യമാണ്, ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തവരെയും കാണുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ആകെ കോണുകളുടെ തുക കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിച്ചിട്ട് അതിനെ എണ്ണം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, 20 സൈഡഡ് പോളിഗൺ. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്, 20 അല്ലേ. n എന്ന് പറയുന്നത് 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സം ഓഫ് ആംഗിൾസ്, കോണുകൾ കണ്ടുപിടിക്കാനായുള്ള, കോണുകളുടെ തുക കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി. എന്നിന് പകരം എത്ര കൊടുക്കാം, 20 കൊടുക്കാം. 20 - 2 × 180 ഡിഗ്രി എത്രയാണ്, 20 - 2 എന്ന് പറയുന്നത് 18 × 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3240 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ ചെയ്യാം അല്ലേ. ഇതേ പ്രോബ്ലം തന്നെ അല്ലെങ്കിൽ എന്താ ഇതേ ഈക്വേഷനിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയി ചെയ്യുന്നത്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഓരോ ആംഗിൾസുമാണ്. ഒരു പോളിഗണിൻ്റെ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കണം. അതിനു മുൻപ് നമ്മൾ ആംഗിൾസുകളുടെ അല്ലെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിച്ചു, കോണുകളുടെ തുക എത്രയാണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയിട്ടുണ്ട് 3240 ഡിഗ്രിയാണ് 20 വശങ്ങൾ വരുന്ന ഒരു പോളിഗണിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആൻസർ എത്തിയോ, ഇല്ല. ഓരോ ആംഗിൾസും എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എല്ലാവരും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും കണ്ടുപിടിക്കാനായി, ഈച്ച് ആംഗിൾ കണ്ടുപിടിക്കാനായി ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കാം, സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാനായി ചെയ്യേണ്ടത് എന്താണ്, കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. ഇതെല്ലാം നമ്മളുടെ കയ്യിലുണ്ടല്ലോ. എന്താണ് സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിച്ചിരിക്കുന്നത്, 3, 2, 4, 0 ഡിവൈഡഡ് ബൈ എത്രയാണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് 20 ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 162 ഡിഗ്രി എന്ന് കിട്ടും. ഓരോ കോണുകളും എത്രയായിരിക്കും, 162 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ വരെയായിരുന്നു എന്താ കഴിഞ്ഞ പ്രോബ്ലം വരെയും ചെയ്തത്. ഇനി ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, സം ഓഫ് ആംഗിൾസിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തിൻ്റെ എണ്ണം, വശങ്ങളുടെ എണ്ണം വെച്ച് ഹരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ മക്കളെ,
അപ്പോൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര നേരം ചെയ്തത് സം ഓഫ് ആംഗിൾസ് എല്ലാം വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, 2 angles of a triangle are 40 degree and 60 degree. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും 2 ആംഗിൾസ് എടുക്കാം കേട്ടോ. ദാ മിസ് ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു ത്രികോണം വെച്ചിട്ടുണ്ട്, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ത്രികോണത്തിൻ്റെ 2 കോണുകൾ 2 ആംഗിൾസ് 40ഉം 60ഉം ആയിരിക്കണം. ദാ ഇവിടെ മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട് 40ഉം ഇവിടെ 60ഉം. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഓൾ ഇറ്റ്സ് ഔട്ടർ ആംഗിൾ. ഇവരുടെ പുറം കോണുകളുടെ എത്ര ഡിഗ്രിയാണ് എല്ലാ പുറം കോണുകളും ഔട്ടർ ആംഗിൾസും എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? വെരി ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളെന്താ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻസിൻ്റെ കൂടെ ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും, അകം കോണിൻ്റെയും പുറം കോണിൻ്റെയും തുക എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാമല്ലോ. നോക്കിക്കേ, ഈ 40 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ CAB എന്ന് പറയുന്ന 40 ഡിഗ്രിയുടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നതാണ് ദാ ഈ ലൈൻ നീട്ടി വരച്ചിരിക്കുന്ന ദാ മിസ് വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്? BAD എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം BAD എന്ന് പറയുന്ന ആംഗിളും CAE എന്ന് പറയുന്ന CAB എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. CAB എന്ന് പറയുന്ന ആംഗിൾ, ഈ 2 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് വരേണ്ടത്? 180 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ മിസ് അതൊന്ന് എഴുതുന്നുണ്ട്. എന്താണ്? ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരുന്നു? 180 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ BAD. ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ BAD നമുക്ക് കണ്ടുപിടിക്കാം. ഈ 2 പേരെയും കൂടി കൂട്ടുമ്പോൾ 180 ആണല്ലേ? അപ്പോൾ ഈ 180ൽ നിന്ന് ഈ 40നെ മൈനസ് ചെയ്താൽ പോരെ, ഈ ഒരുത്തനെ കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ചെയ്യുന്നുണ്ട്, 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി, ദാറ്റ് ഈസ് എത്ര വന്നു? 140 ഡിഗ്രി. ഇപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്? ഇതാ 140 ഡിഗ്രിയാണ് ഈ 40 ഡിഗ്രിയുടെ ഔട്ടർ ആംഗിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ CBE എന്ന് പറയുന്ന ആംഗിൾ കൂടി കണ്ടുപിടിക്കാം. ദാ ആംഗിൾ CBE നോക്കിക്കേ, ഇവരെ 2 പേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 180 ഡിഗ്രി വേണം. അപ്പോൾ ഈ 180ൽ നിന്ന് ഈ 60നെ മൈനസ് ചെയ്താൽ പോരെ, ഇവനെ കിട്ടുമല്ലോ. ദാ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ഇതാ ഇവനെയും കിട്ടി 120 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. എന്താണ് നമ്മളിവിടെ പഠിച്ചത്? ഒരു അകം കോണിൻ്റെയും പുറം കോണിൻ്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ആയിരിക്കും അല്ലേ? ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ലീനിയർ പെയർ വെച്ചിട്ട് ഇവരെന്താ 180 ആണെന്നും പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഒരാൾ കൂടി ഉണ്ടല്ലോ കണ്ടുപിടിക്കാനായിട്ട്. ദാ ഇവനുണ്ടല്ലേ. പക്ഷേ ഇവനെ കണ്ടുപിടിക്കാനായിട്ട് ഇവൻ്റെ ഇന്നർ ആംഗിൾ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ACB എന്ന് പറയുന്ന ദാ ഇവനെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം 180ൽ നിന്ന് മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാം അല്ലേ? ഇത്രയും വലിയ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഈ 180ൽ നിന്ന് ഈ 2 ആളുകളെ മൈനസ് ചെയ്താൽ മൂന്നാമനെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ചെയ്യുമ്പോൾ എത്ര വരണം? 180. ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ, അകത്തുള്ള എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 180 ആണെന്നറിയാം. ആംഗിൾ A എന്ന് പറയുന്നത് 40 ആണെന്നറിയാം. പ്ലസ് ആംഗിൾ B എന്ന് പറയുന്നത് 60 ആണെന്നറിയാം. പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? നേരെ നമുക്ക് ഡയറക്റ്റും ചെയ്യാം കേട്ടോ. എന്താണ്? ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 40. അങ്ങനെ ചെയ്താലും കറക്റ്റാണ്. ഓക്കെ, നോക്കുക. 100 പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി 100നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? ആംഗിൾ C മാത്രമേ ഇവിടെയുള്ളൂ. 180 ഡിഗ്രി മൈനസ് അല്ലേ? ഇവിടെ പ്ലസ് എന്നുള്ളത് എന്തായി മാറും? ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി മാറും. -100. Therefore ദാ ആംഗിൾ C ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ദാ മൂന്നാമനെയും കിട്ടി. ഓക്കെ, ഇനി ആംഗിൾ C കിട്ടിയാൽ പിന്നെ നമുക്ക് ഈ ആംഗിൾ Cയുടെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതാ വേഗം തന്നെ ചെയ്യാം അല്ലേ? നോക്കാം. ആംഗിൾ FCB
ആംഗിൾ എഫ് സി ബി കണ്ടുപിടിക്കാനായി എന്താ ചെയ്യുക? ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ 180 വരും. അപ്പോൾ 180 നിന്ന് ഈ 80 മൈനസ് ചെയ്താൽ മതി അല്ലേ? 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി, ദാറ്റ് ഈസ് 100 ഡിഗ്രി. ഇതാ 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആണല്ലേ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്താണ്? 180 നിന്ന് ഇന്നർ ആംഗിളിനെ മൈനസ് ചെയ്താൽ മതി. കാരണം രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ആണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? നമ്മുടെ ഇക്വേഷൻ നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള അല്ലെങ്കിൽ കോണുകളുടെ തുക കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ ഇൻ -2 × 180 ഡിഗ്രി. പിന്നെ എന്താ പഠിച്ചത്? ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും പുറം കോണിൻ്റെയും അകം കോണിൻ്റെയും തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.